ഇന്നലെ ഗൾഫ് നാടുകളിലും അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ ചില സ്ഥലങ്ങളിലുമൊക്കെ തന്നെ ആക്രമണത്തിന് ശ്രമമുണ്ടായി. ഇതെല്ലാം തകർത്തുവെന്നാണ് സൗദി പ്രതിരോധ സേന പറയുന്നത്. ജലീൽ കണ്ണമംഗലം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ടെലിഫോണിലുണ്ട്. ജലീൽ, കഴിഞ്ഞ രാത്രി കലുഷിതമായിരുന്നോ? നീക്കങ്ങൾ നടക്കുകയാണ്. മേഖലയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ രാത്രി അറബ് ഇസ്ലാമിക വിദേശകാര്യമന്ത്രിമാരുടെ അടിയന്തര യോഗം കഴിഞ്ഞ രാത്രി റിയാദിൽ നടന്നു. രാത്രി ഏറെ വൈകിയാണ് യോഗം സമാപിച്ചത്. ഗൾഫ് രാജ്യങ്ങളുടെയും പല അറബ് രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തുടർച്ചയായ ആക്രമണങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് യോഗത്തിൽ ഉയർന്നത്. മേഖലയിലെ സുരക്ഷാ സാഹചര്യം അതീവ ഗൗരവത്തോടെയാണ് യോഗം ചർച്ച ചെയ്തത്. അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും കരാറുകളുടെയും നഗ്നമായ ലംഘനമാണെന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ യോഗത്തിൽ പറഞ്ഞു. ഇത്തരം ആക്രമണങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും മേഖലയിൽ ഭീകര സംഘങ്ങളെ വളർത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഇറാന്റെ സ്ഥിരം ശൈലിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇസ്ലാം മതം പഠിപ്പിക്കുന്ന സമാധാനത്തിന്റെയും മര്യാദയുടെയും മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണ് ഇത്തരം നീക്കങ്ങൾ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അയൽ രാജ്യങ്ങളോടുള്ള എല്ലാ മര്യാദകളും ഇറാൻ ലംഘിച്ചിരിക്കുകയാണ്. ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള പൂർണ്ണമായ അവകാശം തങ്ങൾക്കുണ്ട് എന്നും ഗൾഫ് രാജ്യങ്ങളുടെ കരുത്തിനെ ആരും കുറച്ച് കാണരുത് എന്നും സൗദി വിദേശകാര്യമന്ത്രി ഈ യോഗത്തിൽ വ്യക്തമാക്കി. സൗദി അറേബ്യ, അസർബൈജാൻ, ജോർദാൻ, UAE, ബഹ്റൈൻ, പാകിസ്ഥാൻ, തുർക്കി, സിറിയ, ഖത്തർ, കുവൈത്ത്, ലബനാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഈ നയതന്ത്ര നീക്കങ്ങൾക്കിടയിലാണ് കഴിഞ്ഞ രാത്രി സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് മിസൈൽ ഡ്രോൺ ആക്രമണ പരമ്പര ഉണ്ടായത്. എന്നാൽ സൗദി പ്രതിരോധ സേനയുടെ കരുത്തിന് മുന്നിൽ ഈ നീക്കങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു. ആകെ 24 ഡ്രോണുകളും 11 ബാലിസ്റ്റിക് മിസൈലുകളാണ് പ്രതിരോധ സേന വിജയകരമായി തകർത്തത്. തലസ്ഥാന നഗരമായ റിയാദിനെയും സാമ്പത്തിക തന്ത്രപ്രധാന മേഖലയായ കിഴക്കൻ പ്രവിശ്യയെയും ലക്ഷ്യമിട്ടായിരുന്നു പ്രധാനമായും ഈ ആക്രമണങ്ങൾ. ഈ ആക്രമണത്തിൽ റിയാദിൽ 4 ഏഷ്യൻ വംശജരായ 4 പ്രവാസികൾക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ചികിത്സയിലാണ്. ഓക്കെ, ജലീൽ കണ്ണമംഗലമാണ് ടെലിഫോണിൽ ജിദ്ദയിൽ നിന്നും ഉണ്ടായിരുന്നത്. നമുക്കറിയാം, പ്രവാസികൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അവർ. കാരണം രാത്രിയിൽ കാര്യമായി ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന് പല ആളുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറിക്കുന്നു. നിങ്ങൾ ഒരു യുദ്ധത്തിൻ്റെ ആപൽ ശങ്ക തലയ്ക്ക് മുകളിലുള്ളപ്പോൾ എങ്ങനെ ഉറങ്ങാൻ കഴിയുമെന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു. എന്നാൽ ഈ ആപൽഘട്ടം ഒഴിഞ്ഞു പോകും എന്നൊരു ശുഭപ്രതീക്ഷയിലാണ് ഓരോ പ്രഭാതത്തിലും നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്നത്. എന്നാൽ കൂടുതൽ ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ വരുന്നു എന്നറിയുമ്പോൾ എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് ഗൾഫ് നാടുകൾ മടങ്ങട്ടെ. കാരണം ഗൾഫ് നാടുകളിൽ ഉണ്ടാകുന്ന അശാന്തി നമ്മുടെ നാട്ടിൽ പടർത്തുന്ന അശാന്തിയുടെ തീവ്രത വളരെ കൂടുതലായിരിക്കും എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.